എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2019 ആരോടും ചോദിക്കാതെ ഒരൊറ്റയാൾ പോലും കൂടെ പോവാതെ ഈ പാളികൾ കൊടുത്തുവിട്ടത്, ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തുവിട്ടത്, ഈ കട്ടിലപ്പാളികൾ കൊടുത്തുവിട്ടത്? ഒരാൾ പോലും അകമ്പടി പോകാതെ, ഒരാൾ പോലും കൂടെ പോകാതെ പോകണ്ടെന്ന് തീരുമാനിച്ചത് ഏതെങ്കിലും മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞിട്ടാണോ? നിങ്ങളുടെ നേതാക്കന്മാരായിരുന്നില്ലേ ഈ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നേ? ആയിരുന്നില്ലേ? 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മെയ് അയച്ചു ഭരിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? പ്രശാന്ത് പറഞ്ഞത് എന്തായിരുന്നു? എനിക്ക് ഈ വ്യക്തി അറിയില്ലായിരുന്നില്ലേ? പച്ചക്കള്ളമല്ലേ വാസുവും പ്രശാന്തും ഈ കാലം വരെ പറഞ്ഞുകൊണ്ടിരുന്നത്? പച്ചക്കള്ളമല്ലേ? ഞാനിത് അറിഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് പത്മകുമാർ സ്വന്തം കയ്യക്ഷരത്തിൽ എഴുതിയല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സ്മാർട്ട് ക്രിയേഷനും സാധനം കൊടുത്തുവിടാൻ എഴുതി വെച്ചത്? നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നില്ലേ പത്മകുമാർ? ആ പത്മകുമാറിനെ നിങ്ങൾ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നില്ലേ പാർട്ടി തലത്തിൽ? സത്യമായും വിശ്വസിക്കുന്നുണ്ടോ? അതായത് ഈ സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് കൊണ്ടുപോയി അത് ഉരുക്കി കുറച്ച് അവർ പണിക്കൂലിയെടുത്ത് അവർ കുറച്ച് പോറ്റിക്ക് കൊടുത്ത് കൽപേഷിന്റെ കൈവശം കൊടുത്ത് അത് കൽപേഷിലേക്ക് ആ അന്വേഷണം പോകുന്ന സമയത്ത് ഒരു ഗോവർദ്ധൻ വരികയാണ്. ഒരു ഗോവർദ്ധൻ ദാ എൻ്റെ കഴുത്ത് കണക്കാണ് എന്ന് പറഞ്ഞ് എവിടെ നിന്നോ വരികയാണ്. വന്നിട്ട് പറയാണ് ഈ സ്വർണ്ണം എൻ്റെ കൈവശമുണ്ട്, അതവിടെ സുരക്ഷിതമായി ഇരിക്കുന്നുണ്ട് എന്ന്. 2019 കൊണ്ടുപോയ സ്വർണം 2025 വരെ ഒരു പണമിട കുറയാതെ അവിടെ വെച്ചിരിക്കുകയാണ്. എന്തിനാണ്? മോഷണമേൽക്കാൻ. കാരണം എന്താണ്? അത് സ്വർണ്ണമാണ്, അത് ഉരുക്കിയെടുത്ത സ്വർണ്ണമാണ്. അതിന്റെ കാലപ്പഴക്കം അല്ലെങ്കിൽ അത് എന്തായിരുന്നു എന്നത് സംബന്ധിച്ച തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിയില്ല. അപ്പോൾ ഇതൊരു വെറും മോഷണ കേസായി ഗോവർദ്ധനിലൂടെ വെറും ഒരു മോഷണ കേസ് മാത്രമാക്കി മാറ്റാൻ ഗോവർദ്ധൻ എന്നൊരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങ് വിചാരിക്കുന്നുണ്ടോ ഇത് അവിടെ നിന്ന് കൊണ്ടുപോയ സ്വർണമാണ് എന്ന്? സാമാന്യ ബുദ്ധിക്ക് നമുക്ക് ഒരിക്കലും അങ്ങനെ കരുതാൻ സാധ്യമല്ലല്ലോ. സാമാന്യ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ 5 വർഷക്കാലം 6 വർഷക്കാലം അതേ സ്വർണം അങ്ങനെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ പറയാൻ പാകത്തിന് നമ്മൾ ആരെങ്കിലും അരിയാഹാരം കഴിക്കാത്തവരാണ് എന്ന് വിചാരിക്കേണ്ട സാധ്യമല്ലല്ലോ. ഇവിടെ മാത്തു നേരത്തെ സൂചിപ്പിച്ചൊരു പേരുണ്ട്, ഞാനത് ആവർത്തിച്ചു, കൽപേഷ്. ഈ കൽപേഷിനെ എന്തുകൊണ്ടാണ് SIT ചോദ്യം ചെയ്യാത്തത്? അങ്ങനെ ഒരു കഥാപാത്രം ഏതാണ്? ആരാണ് ഈ കൽപേഷ്? കൽപേഷ് മുഖാന്തരമാണ് ഗോവർദ്ധനിലേക്ക് എത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കൽപേഷ് ആരാണ്? ഇടനിലക്കാരൻ കൽപേഷായിരുന്നു എന്ന് പറയുന്നു. ആരാണ് ഈ കൽപേഷ്? നമുക്കറിയില്ല ആരാണ് കഥാപാത്രത്തിന്റെ പേര് തന്നെ കൽപേഷ് എന്നാണെന്നൊക്കെയുള്ള സംശയം. അപ്പൊ ഒരു അരൂപിയാണ് എല്ലാം. ഇപ്പോൾ എന്നിട്ട് നമ്മളിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത് ആരാണെന്നുള്ള തർക്കത്തിൽ കിടന്നിട്ട് ഈ മൊത്തം വിഷയത്തെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സജീഷേ, നമ്മുടെ പ്രശ്നം എന്താണ്? സജീഷ്, ഇവിടെ ഒരു വലിയ കൊള്ള നടന്നിരിക്കുന്നു. അത് കോൺഗ്രസ് കൊള്ള ചെയ്തോ CPM കൊള്ള ചെയ്തോ എന്നുള്ളതല്ല പ്രശ്നം. വിശ്വാസികൾ വിശ്വാസപൂർവ്വം സമർപ്പിച്ച കാര്യങ്ങൾ, ശബരിമല പോലുള്ള ബന്ധമുണ്ടോ? താങ്കളുടെ അഭിപ്രായം എന്താ? തന്ത്രിയാണെങ്കിൽ തന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സജീഷേ? ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നുണ്ടല്ലോ, കേരള ഹൈക്കോടതി 10 പേര് ഈ കാര്യത്തിൽ കുറ്റക്കാരാണെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതിൽ തന്ത്രി ഉണ്ടെങ്കിൽ തന്ത്രി. ഞാനത് വളരെ വ്യക്തമായിട്ട് ആവർത്തിച്ച് പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. സജീഷെ ആണത്തത്തോടെ പറഞ്ഞിട്ടുണ്ട്. എന്തേ തന്ത്രിയെ സംരക്ഷിക്കാനുള്ള ചുമതല ഒന്നും ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ കൊണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്കാണ് ഓരോ പ്രതികളെയും സംരക്ഷിക്കേണ്ട ആവശ്യത. അതുകൊണ്ടാണ് നിങ്ങൾ പത്മകുമാറിനെ ഇപ്പോഴും പുറത്താക്കാത്തത്. നിങ്ങൾ വളരെ യുക്തിപൂർവം അല്ലെങ്കിൽ വളരെ ഉദാരമായി SITയെ വിശ്വാസപൂർവ്വം എടുത്തിട്ടുണ്ടല്ലോ. ആ SIT കണ്ടെത്തിയ പ്രതിയല്ലേ പത്മകുമാർ? ആ SIT അറസ്റ്റ് ചെയ്ത് ജയിലടച്ചിരിക്കുകയല്ലേ പത്മകുമാറിനെ? എന്തേ പത്മകുമാറിനെതിരെ നിങ്ങൾ പാർട്ടി നടപടി എടുക്കുന്നില്ല? അപ്പൊ ഞങ്ങൾക്കാരെയും സംരക്ഷിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2019 ആരോടും ചോദിക്കാതെ ഒരൊറ്റയാൾ പോലും കൂടെ പോവാതെ ഈ പാളികൾ കൊടുത്തുവിട്ടത്, ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തുവിട്ടത്, ഈ കട്ടിലപ്പാളികൾ കൊടുത്തുവിട്ടത്? ഒരാൾ പോലും അകമ്പടി പോകാതെ, ഒരാൾ പോലും കൂടെ പോകാതെ പോകണ്ടെന്ന് തീരുമാനിച്ചത് ഏതെങ്കിലും മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞിട്ടാണോ? നിങ്ങളുടെ നേതാക്കന്മാരായിരുന്നില്ലേ ഈ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നേ? ആയിരുന്നില്ലേ? 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മെയ് അയച്ചു ഭരിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? പ്രശാന്ത് പറഞ്ഞത് എന്തായിരുന്നു? എനിക്ക് ഈ വ്യക്തി അറിയില്ലായിരുന്നില്ലേ? പച്ചക്കള്ളമല്ലേ വാസുവും പ്രശാന്തും ഈ കാലം വരെ പറഞ്ഞുകൊണ്ടിരുന്നത്? പച്ചക്കള്ളമല്ലേ? ഞാനിത് അറിഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് പത്മകുമാർ സ്വന്തം കയ്യക്ഷരത്തിൽ എഴുതിയല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സ്മാർട്ട് ക്രിയേഷനും സാധനം കൊടുത്തുവിടാൻ എഴുതി വെച്ചത്? നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നില്ലേ പത്മകുമാർ? ആ പത്മകുമാറിനെ നിങ്ങൾ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നില്ലേ പാർട്ടി തലത്തിൽ? എന്നിട്ട് സോണിയാഗാന്ധിയുടെ ഒപ്പം ഞങ്ങൾക്ക് സോണിയാഗാന്ധിയാണ്. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് VS ശിവകുമാറിന്റെ സഹോദരൻ ജയകുമാർ നടത്തിയ അഴിമതി പച്ചക്ക് വിളിച്ചു പറഞ്ഞവരാണ്. ഞങ്ങൾക്ക് ഇവിടെ കോൺഗ്രസ് ആണോ CPM ആണോ എന്നുള്ളതല്ല പ്രശ്നം. ഞങ്ങൾ ഹൈന്ദവ ക്ഷേത്രത്തിൽ, ഹിന്ദു ക്ഷേത്രത്തിൽ ഇത്തരം കൊള്ള നടത്താൻ നിങ്ങൾ
അത് അവസരമാക്കി എടുക്കുന്നു. നിങ്ങൾക്കിതെല്ലാം പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ആണ്. ഈ ക്ഷേത്രങ്ങളെ നിങ്ങൾ കൊള്ളസങ്കേതങ്ങളാക്കി മാറ്റി നിങ്ങൾക്ക് പാർട്ടി നേതൃത്വങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റിന്റെ സ്ഥലങ്ങളാക്കി മാറ്റുക. നിങ്ങളുടെ ഇഷ്ടക്കാരെയും സ്വന്തക്കാരെയും പാർട്ടി ഏരിയ സെക്രട്ടറിമാർക്കും ലോക്കൽ സെക്രട്ടറിമാർക്കും ഒക്കെ ഒരു ലാവണമാക്കി കൊടുക്കുകയാണ്. അതിനപ്പുറത്തേക്ക് എന്താണ്? ഈ ക്ഷേത്രം സംരക്ഷിക്കണം, ഈ ക്ഷേത്രത്തിന് സ്വത്ത് സംരക്ഷിക്കണം. ഇപ്പോ ശബരിമല വിഷയം പുറത്തു വന്നതിന് ശേഷം പുറത്തു വരുന്ന വാർത്തകൾ എന്താണ്? ഓരോ ക്ഷേത്രത്തിന്റെയും അന്യാധീനപ്പെട്ട ഭൂമി. സജീഷെ അറിയാമോ? 20 കോടി രൂപയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ദേവസ്വം ബോർഡിന് കൊടുക്കാനുണ്ടായിരുന്നത്. പക്ഷേ ദേവസ്വം ബോർഡിനല്ല പണം കൊടുത്തത് സർക്കാരിനാണ്. എന്താ കാരണം? ഡിജിറ്റൽ സർവേ അനുസരിച്ച് പിന്നീട് ഈ കഴിഞ്ഞ ഡിജിറ്റൽ സർവേ നടന്നു കഴിഞ്ഞപ്പോൾ ദേവസ്വം ഭൂമികളൊക്കെ സർക്കാർ പുറംപോക്ക് ഭൂമിയെന്ന് ഡിജിറ്റൽ സർവേയിലൂടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അതുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി പണം കൊടുത്തത് ആർക്കാ? സർക്കാരിനാ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ ഭൂമി അന്യാധീനപ്പെടുത്തുന്നതിന് തട്ടിയെടുക്കുന്നതിന് സർക്കാർ കൂട്ടുന്നില്ലേ? ശരി ശരി ഓക്കെ, ഞാൻ ശ്രീ എസ് കെ സജീഷേക്ക് വരാം. അന്യാധീനപ്പെടുത്താനും കൊള്ളയടിക്കാനും സർക്കാരുകൾ ശരി 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 ശ്രീ ആർ വി ബാബു, ഞാൻ ശ്രീ എസ് കെ സജീഷേക്ക് വരാം. ഇടവേള.